അമേരിക്ക ഇറാന്റെ പൗരാണിക പാലം തകർത്തതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറയുകയും മിഡിൽ ഈസ്റ്റിലുള്ള 8ഓളം പാലങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതോടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ആക്രമണ പദ്ധതി ഇറാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധമുള്ള കഠിനമായിരിക്കുന്ന ആക്രമണം കൊണ്ട് തങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത്. ചരിത്രപരമായിരിക്കുന്ന തങ്ങളുടെ പാലമാണ് തകർക്കപ്പെട്ടത്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി 1700 വർഷമെങ്കിലും പഴക്കമുള്ള പാലമാണ് തകർക്കപ്പെട്ടത്. ഏകദേശം 70,000 ജയിൽവാസികളാൽ ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഡെസ്ഫർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡസ് നദിയുടെ മേലെ നിർമ്മിക്കപ്പെട്ട ഈ പാലം. ഇത്രയും പഴക്കമുണ്ട് എന്നുള്ളത് മാത്രമല്ല, രണ്ട് ദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങളും തുടർ ബന്ധങ്ങളും ഈ പാലത്തിലൂടെ യഥാർത്ഥത്തിൽ ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളതാണ്. 40 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം കണക്കാക്കുന്നത്. ഈ കറാജ് നഗരത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള B1 ബ്രിഡ്ജായിട്ട് ഇത് അറിയപ്പെടുന്നു. ഈ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 95 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെഹ്റാനിൽ നിന്ന് മാറി ഏകദേശം 35 കിലോമീറ്റർ വടക്കാണ് ഈ പറയപ്പെട്ട ഡെസ്ഫുൾ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇതിൽ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യകാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പാലം എന്ന് പറയുന്നത് ഏറെക്കുറെ തെഹ്റാനെയും മറ്റു നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന മധ്യയിൽ പ്രവർത്തിക്കുന്ന പാലമായിട്ട് അമേരിക്ക ഇതിനെ മനസ്സിലാക്കുന്നു. സൈനിക ഗതാഗതം തടയുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം. കാര്യം ഈ പാലം വഴിയാണ് ഇറാൻ എന്ന് പറയുന്ന വലിയ രാജ്യത്തിൻ്റെ ഏകദേശം മധ്യത്തിൽ എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ പാലം രണ്ട് ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ സർവീസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് തകർക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. സൈന്യങ്ങളും ആയുധങ്ങളും നിരന്തരം എന്ന തരത്തിൽ ഈ പാലത്തിലൂടെയാണ് സേവനം ചെയ്യുന്നത്, പോയിക്കൊണ്ടിരുന്നത്. വിതരണ ശൃംഖല തകർക്കുക എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യമാണ്. വിതരണ ശൃംഖല എന്ന് പറയുന്ന സമയത്ത് അവിടെ നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ, അത് ആയുധമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നിത്യോപയോഗ വസ്തുക്കളാണെങ്കിലും ഒക്കെ ഈ പാലത്തിനെ ആശ്രയിക്കുന്നു. ഇന്ധനം, ഭക്ഷണം, ആയുധം തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ലിസ്റ്റുകൾ അതിന് തുടർച്ചയായിട്ട് പറയുന്നു. അതിനെല്ലാം ആശ്രയിക്കപ്പെടുന്നത് ഈ പാലമാണ് എന്ന്. പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത്, ആ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത്, അതായത് പ്രദേശത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ ഉദ്ദേശ കാര്യമായിട്ടാണ് പറയുന്നത്. തന്ത്രപ്രധാനമായിരിക്കുന്ന അല്ലെങ്കിൽ തന്ത്രപ്രധാന സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് മാനസികപരമായിരിക്കുന്ന പ്രയാസമുണ്ടാക്കുക ഇറാനിലെ സൈനികർക്ക് എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. അങ്ങനെ 4-5 കാര്യങ്ങൾ സംഗമിക്കുന്ന ഒരു പാലമാണ് എന്നതിനാൽ ഇത് തകർക്കപ്പെടുന്നതോടുകൂടി വല്ലാതെ രീതിയിൽ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇറാനിലെ സൈന്യവും അവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യം തന്നെ 2 ഭാഗമായിട്ട് വിഭജിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രപരമായിരിക്കുന്ന ഈ പാലം തകർന്നത്. ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുന്ന ഒരു ആക്രമണമാണ് അമേരിക്ക നടത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പൗരാണികപരമായിരിക്കുന്ന 1700 വർഷം എന്ന് പറയുന്ന സമയത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആദിമഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നെ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച രീതികൾ, അങ്ങനെ തുടങ്ങിക്കുന്ന ഓരോരോ സംഭവങ്ങളുമാണ് ഇപ്പോൾ അത് ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 8 പാലങ്ങൾ തങ്ങൾ തകർക്കപ്പെടും. അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് അവർ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവരത് പറയുകയും ചെയ്തു. ഇപ്പോൾ അത് ഈ ചാനലുകളിലൊക്കെ, പ്രധാനമായിരിക്കുന്ന ന്യൂസ് ചാനലിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. കുവൈത്ത്, UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇതാണ് 4 രാജ്യങ്ങളുടെ പേര് പറഞ്ഞത്. അതിൽ ഒരു രാജ്യം കൂടി ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കുവൈത്തിൽ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബ പാലം, അതാണ് ആ ബ്രിഡ്ജിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, കുവൈത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പാലമാണ് ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബ. UAEയുടേത് ഷെയ്ഖ് ഖലീഫ ബ്രിഡ്ജ്, അത് പ്രധാനപ്പെട്ട ബ്രിഡ്ജാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിഡ്ജിൻ്റെ പേര് തന്നെയാണ് വന്നത്. സൗദി അറേബ്യയിൽ കിങ് ഫഹദ് ക്രോസ് വേ, സൗദിയുടെയും ബഹ്റിൻ്റെയും മധ്യ, അതായത് 2 രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനമായിരിക്കുന്ന പാലം. ജോർദാൻ്റെത് കിങ് ഹുസൈൻ പാലം 1, ഡാമിയ ബ്രിഡ്ജ് 2, അബ്ദുദ്ദോൻ ബ്രിഡ്ജ് 3. ഈ 3 എണ്ണമാണ്. അപ്പോൾ 2 പാലത്തിൻ്റെ പേരും കൂടി ഈ ലിസ്റ്റിൻ്റെ അകത്ത് കാണുന്നില്ല. 8ഓളം പാലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പാലത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ,
അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ പാലങ്ങളൊക്കെ തകർക്കപ്പെടുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല സാരമായിട്ട് ബാധിക്കും. അതായത് സൗദി അറേബ്യയും ഈ ബഹ്റിനെയും പാലം കൊണ്ട് ബന്ധിപ്പിക്കപ്പെടുന്നതാണ് ക്രോസ് വേ എന്ന് പറയുന്ന കിങ് ഫഹദ് ക്രോസ് വേ. അത് തകർക്കപ്പെടുന്നതോടുകൂടി ബഹ്റിനും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ കരമാർഗമുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടും. അപ്പോൾ ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാരമായിട്ട് ബാധിക്കും. ഇന്ത്യക്കാർ തന്നെ ഈ ബഹ്റൈനിലേക്കും ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്കും പല ഘട്ടങ്ങളിലും പോയി വരുന്നത് ഈ പാലം ഉപയോഗിച്ചാണ്. സാമ്പത്തികം വളരെ കുറവാണ്, വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വാഹന ഗതാഗതം ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്ലൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പാലമാണിത്. ഇതിൻ്റെ പേരാണ് ഇപ്പോൾ വന്നത്. അതായത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖല തകർക്കാൻ വേണ്ടി ഇറാനെ പ്രകോപിപ്പിക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ ഈ പാലം തകർക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇറാന് നേരെ ഏതൊരു ആക്രമണം നടത്തിയാലും ഇറാൻ തിരിച്ചടിക്കുക അറേബ്യൻ മേഖലയാണ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയാണ് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് ഇറാന് നേരെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ആക്രമിക്കുന്നത് എവിടെ നിന്നാണ്? അറേബ്യൻ മേഖലയിൽ നിന്നാണ്. അവിടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം കുറച്ചെങ്കിലും ഇറാൻ്റെ ആക്രമണത്തിന് പ്രതിരോധം ഉണ്ടാക്കുകയും സുരക്ഷ ഉണ്ടാക്കുകയും പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയെ പറ്റി ഉടക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അമേരിക്ക തന്നെ ആ അറേബ്യൻ രാജ്യങ്ങളിൽ ബോംബിടില്ലാതെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വല്ലാതെ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉള്ളതെന്നുള്ളത് കൃത്യമാണ്. കാര്യം അമേരിക്ക ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നീട് ഇറാൻ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ വലിയ നാശങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതിരിക്കുക അല്ലാതെ വേറെ പോവയില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം അതിൻ്റെ ഒരു തുടക്കം ഇസ്രായേൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് തിരിച്ചടി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു എന്നല്ലാതെ പ്രതിഷേധം കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തിരിച്ചടിക്കുകയാണ് വേണ്ടത്. അതിന് ഖത്തർ ചെയ്തിട്ടില്ല, അറേബ്യൻ രാജ്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് പ്രകോപിപ്പിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയോട് കൂടിയിട്ട്, അതായത് ഇറാനെ കീഴടക്കാൻ ഒരിക്കലും അമേരിക്കക്ക് സാധിക്കില്ലെന്ന് അമേരിക്ക ബോധ്യപ്പെട്ടു. ഇസ്രായേൽ സാധിക്കില്ലെന്ന് ഇസ്രായേലിനും ബോധ്യപ്പെട്ടു. എത്രകാലം യുദ്ധം ചെയ്താലും അത്രക്ക് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും മാത്രം ഈ ശക്തിയും ബലവും ആയുധവും അതിന് ശേഷിപ്പുമുള്ള രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അവരെ പ്രകോപിപ്പിക്കുക, അവർക്ക് വിഷയങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ആ സമയത്ത് സാമ്പത്തിക മേഖല തകർക്കാൻ വേണ്ടി സാധിക്കും. മിഡിൽ ഈസ്റ്റിലെ മേഖലയിലെ സാമ്പത്തിക തകർച്ച ഉണ്ടാവുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്. അവർക്ക് ഗുണപരമായിരിക്കുന്ന കാര്യത്തിലേക്ക് ഇത് എത്തുന്നില്ലെങ്കിൽ പിന്നെ നശിപ്പിക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ യുദ്ധത്തിനൊരു സമാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഒരു സുസ്ഥിരമായിരിക്കുന്ന മുൻപത്തെ പോലെ തന്നെ സുസ്ഥിരമായ രീതിയിൽ നിലനിൽപ്പ് ഉണ്ടാവില്ല. ഘട്ടം ഘട്ടമായ രീതിയിൽ അവരെ പറഞ്ഞു വിടുകയോ അവരെ ഒഴിവാക്കുകയോ അവരുടെ സാന്നിധ്യത്തെ കുറച്ച് വരികയോ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഇപ്പം തന്നെ അവരുടെ ശരീരഭാഷയിൽ അത് പ്രകടമാണ്. ആരുടെ? മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരിയുടെ ശരീരഭാഷയിൽ അമേരിക്കക്കെതിരെയുള്ള നിലപാടുകളും ഇസ്രായേലിന് എതിരെയുള്ള നിലപാടുകളും കൃത്യമാണ്. രണ്ട് കാര്യത്തിൽ അവരത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾക്കെതിരെ തങ്ങളോടൊപ്പം സഹകരിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. അതിനോട് ആരും സഹകരിച്ചിട്ടില്ല. ഒരു അറബ് രാജ്യങ്ങളും സഹകരിച്ചിട്ടില്ല. രണ്ടാമത്തെ വിഷയം ഇപ്പോൾ നടക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് സംയുക്തമായ രീതിയിൽ ഇറാൻ ഒതുക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കണം. അപ്പോഴും അറബ് രാജ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുമായിട്ട് ശത്രുതയില്ല, ഞങ്ങൾ അവരെ ആക്രമിക്കുന്നില്ല, തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാതെ നിന്നാൽ മതി. ഇങ്ങോട്ട് ആക്രമിക്കുക എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ ഭാഗത്തു നിന്ന് ആക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ അംബാസഡറെ വിളിച്ചുകൊണ്ട് UAE ഇതിൻ്റെ ഗൗരവം വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും ഇറാൻ ആക്രമിക്കുന്നു, അതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ദേശത്തെ നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തരുതെന്ന് UAE പറഞ്ഞിട്ടുണ്ട്, സൗദി അറേബ്യ പല രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലോ അക്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അക്രമത്തെ ഒരേ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിന് സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അവരുടെ സൈനിക ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് അമേരിക്കക്കറിയാം. അമേരിക്കയുമായിട്ട് ഉടക്കിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് അവസ്ഥ എന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനത്തെ ഒരുപാട് വിഷയത്തിലും ഒരുപാട് പ്രശ്നത്തിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എല്ലാം ഉള്ളത്.
അതിനിടയിലാണ് അവർ പോയിട്ട് ഈ മേഖല ആക്രമിച്ചത്. ഈ മേഖല മാത്രമല്ല, 3ഓളം വ്യത്യസ്ത മേഖല ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരു പാലം മാത്രമാണ്. പിന്നീട് മറ്റ് അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപ് പ്രവർത്തിക്കപ്പെട്ട ഒരു ഗോഡൺ ആക്രമിക്കപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അഥവാ പ്രകോപനം ഉണ്ടാക്കുന്നിടത്തോളം എത്രത്തോളം ഈ ഇസ്രായേലിനെ പരമാവധി ഒഴിവാക്കിയിട്ട് മിഡിൽ ഈസ്റ്റിനെ ആക്രമിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറുക്കൻ്റെ പരിപാടിയാണ് അമേരിക്ക ചെയ്യുന്നതെന്ന് ചുരുക്കം. ഏതായിരുന്നാലും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു ആക്രമണം ഭാവി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ ഉണ്ടാവും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ തെളിവായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.